ആദിൽ പാലോട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. ആദിൽ ഇന്നിപ്പോൾ എവിടെയാണ് രാവിലെ ഉള്ളത്? ഈ പ്രഭാതത്തിൽ പ്രദേശവാസികളെയൊക്കെ ചോദ്യം ചെയ്യുന്നു എന്ന് കേട്ടു. എൻഐഎ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നെന്നും ചിലരെയൊന്നും കസ്റ്റഡിയിൽ നിന്ന് വിട്ടിട്ടില്ല എന്നും കേൾക്കുന്നുണ്ടല്ലോ. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് പഹൽഗാം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പഹൽഗാം പോലീസ് സ്റ്റേഷനിലാണ് ഈ 15-ലധികം പ്രദേശവാസികളെ കസ്റ്റഡിയിലെടുത്ത് എൻഐഎ ചോദ്യം ചെയ്യുന്നത്. അരുൺ പറഞ്ഞതുപോലെ പലരെയും ഇതുവരെ വിട്ടിട്ടില്ല, കസ്റ്റഡിയിലെടുത്ത് ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സിപ്ലൈൻ ഓപ്പറേറ്റർ മുസമ്മിൽ അഹമ്മദ് കുമാർ അടക്കം നിരവധി പേർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലുണ്ട്. എൻഐഎ ഉദ്യോഗസ്ഥരുടെ ക്യാമ്പ് ചെയ്ത് ചോദ്യം ചെയ്യുന്നത് തുടരുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഈ ബൈസരൺ വാലിയിലെ ഭീകരാക്രമണം എൻഐഎ പുനരാവിഷ്കരിച്ചത് പറഞ്ഞിരുന്നു. അതിന് സമാനമായി ഒരു 3D മാപ്പിംഗ് കൂടി എൻഐഎ നടത്തിയെന്നറിയുകയാണ്. എവിടെ നിന്നാണ് ഇവർ വന്നത്, ഏത് ഭാഗത്ത് നിന്നാണ് ഇവർ വന്നത് എന്നത് പ്രധാനമാണ്. മറ്റൊന്ന്, ഏത് ഭാഗത്തു കൂടിയാണ് ഇവർ പൈൻമരക്കാടുകളിലേക്ക് മറഞ്ഞത് എന്നതും അറിയേണ്ടതുണ്ട്. എത്ര സമയം ഇവർ അവിടെ ചെലവഴിച്ചു, അങ്ങനെ വിശദമായൊരു പുനരാവിഷ്കാരം ഈ ഭീകരാക്രമണത്തിൽ നടത്തി, അന്വേഷണത്തിൽ നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൈസരൺ വാലിയിൽ എൻഐഎ ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും പോകുന്നുണ്ട് പരിശോധനയുടെ ഭാഗമായി. ഇതിനൊപ്പം തന്നെയാണ് ഭീകരർക്ക് പ്രാദേശികമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണം. അത് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഈ 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഭീകരർ ഇവിടെ എത്തി ഒരു പ്ലാനിംഗ് നടത്തിയിട്ടുണ്ടോ, ഒരു ആസൂത്രണം മുൻകൂട്ടി നടത്തിയിട്ടുണ്ടോ എന്ന സംശയം എൻഐഎക്ക് ഇപ്പോഴുമുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പ്രദേശവാസികളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണം കൂടി നടക്കുന്നത്. ഈ സിപ്ലൈൻ ഓപ്പറേറ്ററെ പോലെ അവിടെ ബൈസരൺ വാലിയിൽ നടന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, പാനിപൂരിയും മറ്റും വിൽക്കുന്ന ആളുകളുണ്ട്, കശ്മീരി ഷോളുകൾ വിൽക്കുന്ന ആളുകളുണ്ട്, പോണികളുമായി ബൈസരൺ വാലിയിൽ എത്തിയ ആളുകളുണ്ട്. അങ്ങനെ അവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. 15 പേർ ഇപ്പോഴും ഈ കാണുന്ന, എനിക്ക് പിന്നിൽ ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ, പഹൽഗാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻഐഎ ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്തുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം ബൈസരൺ വാലിയിൽ ഈ ഭീകരർക്ക് സഹായം ലഭിച്ചോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, ഭീകരർ എങ്ങോട്ട് പോയി എന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം കുൽഗാമിൽ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകുന്നു എന്ന വിവരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കുൽഗാമിലും അനന്തനാഗിലും നമ്മൾ സഞ്ചരിച്ചു. അവിടെയൊക്കെ വലിയ തോതിലുള്ള വലിയ പോലീസ് സന്നാഹവും ജമ്മു കാശ്മീർ പോലീസിൻ്റേത്, CRPF-ൻ്റേത്, കരസേനയുടേത്, അങ്ങനെ ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ നടക്കുന്നു എന്ന് നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ 100 കണക്കിന് ഉദ്യോഗസ്ഥരും വലിയ നീണ്ട നിരയിൽ ഈ സൈന്യത്തിൻ്റെയൊക്കെ വാഹനങ്ങളും നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഹാപ്പത്നാർ എന്നൊക്കെ പറയുന്ന ഈ കുൽഗാമിൻ്റെയും അനന്തനാഗിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണ്. അവിടെ കൂടി ഭീകരർ കടന്നു പോകാനുള്ള സാധ്യത സൈന്യം കാണുന്നു. അങ്ങനെ വലിയ സുരക്ഷാ സന്നാഹവും തെരച്ചിലും പ്രദേശത്ത് നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്കതൊക്കെ ദൃശ്യങ്ങളിൽ കാണിക്കാൻ പരിമിതിയുണ്ട്. അത് കാണിക്കരുത് എന്ന നിർദ്ദേശവുമുണ്ട്. പ്രത്യേകിച്ചൊരു മിലിറ്ററി ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ആ വിധത്തിൽ നമ്മൾ നേരിട്ട് കണ്ട കാഴ്ച ഈ വനമേഖലയിലാകെ സൈന്യം അളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയില്ല. ഏതൊക്കെ ഭാഗത്ത്, പ്രത്യേകിച്ച് വർഷങ്ങളോളമുള്ള പരിശീലനം ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ഇവർ എവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, ഒളിയിടം കൂടി കണ്ടെത്തിയിട്ടാകും ഈ ആക്രമണത്തിന് ഇറങ്ങിയതെന്ന കാര്യത്തിലും നമുക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. എവിടെ ഒളിക്കണം, എങ്ങോട്ട് മറയണമെന്നതൊക്കെ കൃത്യമായ പദ്ധതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതുവരെ ഭീകരരെ കുറിച്ചൊരു സൂചനയും സൈന്യം ഇതുവരെ പുറത്തുവിടുന്നില്ല എന്നതും വളരെ പ്രധാനമാണ്. പലപ്പോഴും സൈന്യം എത്തുമ്പോൾ ഭീകരർ അവിടെ നിന്ന് കടന്നു കളഞ്ഞ സാഹചര്യമുണ്ട്. എങ്കിലും വിശദമായൊരു തെരച്ചിൽ അവിടെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഹാപ്പറ്റ്നാർ, കുൽഗാം, അനന്തനാഗ് മേഖലകളിലൊക്കെ വനമേഖല കേന്ദ്രീകരിച്ച്, വനമേഖലയ്ക്ക് ചേർന്നുള്ള കശ്മീരി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം, പരിശോധന നടക്കുന്നുണ്ട്, തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് പ്രാദേശിക സഹായം ഭീകരർക്ക് ലഭിച്ചോ എന്ന അന്വേഷണം നടക്കുന്നത്. പഹൽഗാം പോലീസ് സ്റ്റേഷനിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അരുൺ, അതിൽ പഹൽഗാമിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ? അവിടെ ഇന്നലത്തെ പോലെ നമ്മുടെ അവിടെയുള്ള ഒരു കാക്കയുടെ കട മാത്രമേ തുറന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു, ചായക്കട, മറ്റെല്ലാ കടകളും പതിവ് പോലെ അടഞ്ഞു കിടക്കുകയാണ്. ഉറപ്പായും അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് പഹൽഗാമിൻ്റെ മറ്റൊരു ഭാഗത്താണ്. ഇവിടെയൊക്കെ ചില പാർക്കുകളൊക്കെ ഉള്ളതാണ്. ഈ പഹൽഗാം ഇവിടെ ഒരു ടൗൺ അല്ല, ചെറിയ പാർക്കുകളും മറ്റുമൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഡ്രൈവറുണ്ട്, ഡ്രൈവർ ജമ്മു കാശ്മീർ സ്വദേശിയാണ്, ഇവിടെ സ്ഥിരമായി പഹൽഗാമിൽ വരുന്ന ആളാണ്. अभी कैसे चल रहा है पहलगाम में अभी टूरिस्ट बहुत कम है, बहुत कम है. थोड़ा सा है तो ठीक ही, लेकिन अभी टूरिस्ट कम आ रहा है, बस बहुत कम आ रहा है. ये दुकान सब कुछ, दुकान तो थोड़ा थोड़ा खुला है, लेकिन सब कोलैप्स हो रहा है. सब हाँ, सब बैठे हुए घर पे, सब बेकार हो गए बेचारे. തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണാർത്ഥത്തിൽ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് അനുകൂലമാണ്, ടൂറിസ്റ്റ് സീസൺ ആണ്, നഷ്ടപ്പെട്ടു പോകുന്നത്. അതായത്
ഉറപ്പായും അതായത് കടുത്ത തണുപ്പാണ്. നമ്മൾ ഈ ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു തണുപ്പാണ്. കൈയൊക്കെ കോച്ചി പിടിക്കുന്ന രൂപത്തിലുള്ള തണുപ്പുണ്ട് പഹൽഗാമിൽ വന്നതാണ്. ഉച്ചയാകുമ്പോൾ നല്ല ചൂടുമാകും. അങ്ങനെ ചെറിയൊരു കാലാവസ്ഥാ പ്രശ്നം ഉണ്ടെങ്കിലും നല്ല തണുപ്പാണ്. ഈ തണുപ്പത്ത് ഈ മഞ്ഞുമലകൾ, വശത്ത് മഞ്ഞുമലകളുണ്ട് പല ഭാഗത്തും. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ ഈ മലനിരകൾ, പുൽത്തകിടികൾ വളരെ മനോഹരമായ, ഇതിനൊപ്പം ഈ മഞ്ഞുരുകി ഇറങ്ങുന്ന ചെറിയ അരുവികൾ പല ഭാഗത്തും. ഇതിൻ്റെ ജീവനാഡി എന്നോണം പഹൽഗാമിൻ്റെ പല ഭാഗങ്ങൾ, നമ്മളൊരു 100 മീറ്റർ സഞ്ചരിച്ചാൽ അവിടെ ചെറിയൊരു അരുവി ഉണ്ടാകും. അങ്ങനെ അരുവികൾ നിറഞ്ഞ ഒരു പഹൽഗാമാണ്. ഈ പുൽത്തകിടികൾ നിറഞ്ഞ, പാർക്കുകൾ നിറഞ്ഞ ഒരു ചെറിയൊരു പട്ടണം. അത് വളരെ സുന്ദരമായൊരു പട്ടണം. അത് നിശ്ചലമായി പോയി. ഒരുപക്ഷെ നോബൽ മാരിക്കാരൻ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇവിടെയും. ശ്രീനഗറിലുള്ളതിനേക്കാൾ കൂടുതൽ തൊഴിൽ നഷ്ടവും ജീവനഷ്ടവും ഒക്കെ സംഭവിച്ചത് ഇവിടെയാണ് എന്നുള്ളതാണ്. ഇവരൊക്കെ കടകൾ പൂട്ടി, ഫോണികൾ വീട്ടിലൊക്കെ ഒതുക്കി അവിടെ വീട്ടിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ട് ജീവിതമാകെ നിശ്ചലമായ സ്ഥിതിയാണ് പഹൽഗാമിൽ ഇപ്പോൾ. അരുൺ, ഓക്കെ, താങ്ക് യു. അതിൽ